നമ്മുടെ ഭാവി എങ്ങനെയെന്ന് മാറ്റിയെഴുതുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഇന്നത്തെ ചിന്തകളും പ്രവൃത്തികളുമാണ്. ഭാഗ്യം തനിയെ വരുമെന്ന് കരുതി മടിപിടിച്ചിരിക്കുന്നവൻ കയ്യിലുള്ള സമ്പത്തും നശിപ്പിക്കും. എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്നവന് വിധി പോലും വഴിമാറിക്കൊടുക്കും എന്ന ശക്തമായ ഇൻസ്പിറേഷൻ നിറഞ്ഞ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ ഈ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത, ഒട്ടും കേട്ടുപഴക്കമില്ലാത്ത ഒരു വിചിത്ര ഗ്രാമത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വലിയ മലനിരകൾക്ക് താഴെ മായാപുരം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സോമൻ എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു. സോമൻ വലിയൊരു മടിയനായിരുന്നു. കഠിനാധ്വാനം ചെയ്യാൻ അവന് മടിയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകണം താനും എന്ന ചിന്തയുമായി നടക്കുകയാണ്. ഒരു ദിവസം സോമൻ ഗ്രാമത്തിലെ ഒരു പഴകിയ പൊട്ടക്കിണറ്റിൻ്റെ അരികിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് കിണറ്റിൽ നിന്നും ഒരു വിചിത്രമായ ചിരി കേട്ടു. അവൻ നോക്കിയപ്പോൾ കിണറ്റിൻ്റെ അടിയിൽ നിന്ന് പച്ച നിറത്തിലുള്ള ഒരു തവള വിചിത്രമായി ചിരിക്കുന്നതാണ് കണ്ടത്. വിചിത്രമായ ആ തവള മനുഷ്യൻ്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ആഹാഹാ സോമ, നീ ഭാഗ്യവാനാണ്. ഞാൻ സാധാരണ തവളയല്ല, ഭാവി പ്രവചിക്കുന്ന കാലാതവളയാണ്. നിനക്ക് നിന്റെ ഭാവി അറിയണമോ? എങ്കിൽ ഈ കിണറ്റിലേക്ക് ഒരു സ്വർണ്ണ നാണയം ഇട്ടുതരൂ. സോമൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ ഓടിച്ചെന്ന് തൻ്റെ വീട്ടിലെ അവസാനത്തെ സ്വർണ്ണ നാണയം എടുത്ത് കിണറ്റിലേക്കിട്ടു. തവള നാണയം വിഴുങ്ങിയിട്ട് പറഞ്ഞു, സോമ, ഇനിയുള്ള 10 വർഷം നീ എന്ത് ചെയ്താലും തോറ്റുപോകുവാൻ തന്നെ ചെയ്യും. നിനക്ക് ദാരിദ്ര്യമായിരിക്കും. പക്ഷേ കൃത്യം 10 വർഷത്തിന് ശേഷം നിന്റെ വീട്ടുപറമ്പിൽ വലിയൊരു നിധി നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നിനക്ക് വേണ്ടി. അതോടുകൂടി നീ കോടീശ്വരനാകും. ഇത് കേട്ട സോമൻ സന്തോഷിച്ചു. അവൻ ചിന്തിച്ചു, അങ്ങനെയെങ്കിൽ എന്തിന് പണിയെടുക്കണം? പിന്നെ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? 10 വർഷം കഴിഞ്ഞാൽ ചുമ്മാതിരുന്നാലും തന്നെ നിധി കിട്ടുമല്ലോ. 10ാം വർഷം നിധി കിട്ടുമെന്ന ഉറപ്പ് തന്നെയാണ്. അവൻ ഒരു ജോലിക്കും പോകാതെ മടിയനായി വീട്ടിലിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവൻ്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു. അവൻ പട്ടിണിയിലായി. വീട് തകരാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. പക്ഷേ അവന് ഒരു അനക്കവും ഉണ്ടായില്ല. അതൊന്നും അവൻ കാര്യമാക്കിയില്ല. കാരണം അവന് നിധി കിട്ടാൻ പോവുകയാണല്ലോ. അങ്ങനെ കാത്തിരുന്ന് 10ാമത്തെ വർഷം എത്തി. സോമൻ സന്തോഷത്തോടെ പറമ്പ് മുഴുവനും കുഴിക്കാൻ തുടങ്ങി. പറമ്പിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ ആയത്തിൽ മണ്ണ് മാന്തി തുരന്നു. ദിവസങ്ങളോളം ഉറക്കമില്ലാതെ അവൻ കുഴിച്ചിട്ടും ഒരു നിധിയും കണ്ടില്ല. ഒടുവിൽ ദേഷ്യം വന്നവൻ ആ പൊട്ടക്കിണറ്റിൻ്റെ അരികിലെത്തി തവളയോട് ആക്രോശിച്ചു. എടാ കള്ളത്തവള, നീ എന്നെ ചതിച്ചു. എൻ്റെ പൈസയും പോയി. എൻ്റെ 10 വർഷം കളഞ്ഞു കുളിച്ചു. പറമ്പ് മുഴുവൻ ഞാൻ കിളച്ചു. ഒരു നിധിയും കണ്ടില്ല. അപ്പോഴാണ് ആ തവള കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടി വലിയൊരു മനുഷ്യനായി മാറി. ഉറക്കെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, സോമ, ഞാൻ തവളയല്ല, ഈ ഗ്രാമത്തിലെ പഴയൊരു മാന്ത്രികനാണ്. നിന്റെ മടിയെ മാറ്റാൻ ഞാൻ ചെയ്ത ഒരു കളിയാണിത്. ഈ നാടകത്തിൽ നീ പെട്ടിട്ടില്ല. നിന്റെ പറമ്പ് നീ കിളച്ചില്ലേ? ഇത്രയും നാൾ മടിയനായിരുന്ന നിന്റെ ശരീരം ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യാൻ പാകപ്പെട്ടിരിക്കുന്നു. ഇനി ആ മണ്ണിൽ നീ വിത്ത് പാകൂ, പൊന്നു വിളയൂ. തീർച്ചയാണ്, അതാണ് നിന്റെ യഥാർത്ഥ നിധി. സോമൻ തന്റെ തെറ്റ് മനസ്സിലാക്കി. അവൻ മടി മാറ്റിവെച്ചു കൃഷി ചെയ്യാൻ തുടങ്ങി. വലിയ വിജയമായി മാറി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വെറുതെ ഇരുന്നാൽ ഭാഗ്യം വരും എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. കഠിനാധ്വാനം ഏറ്റവും വലിയ നിധി. ഞാൻ ഹുസൈൻ നിസാമി. നിഗൂഢമായ കഥകൾക്കും മനസ്സിനെ സ്പർശിക്കുന്ന കൂട്ടുകൾക്കും കലം നിസാമി അക്കാദമി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എന്നെ പ്രചോദിപ്പിക്കും. തീർച്ചയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.